നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ CSAB ജോർജ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കമ്പനി നമ്മുടെ നഗരവികസന രംഗത്ത്, അതായത് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കാര്യമായ സംഭാവനകൾ നൽകുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഹഡ്കോ സ്ഥാപിക്കപ്പെട്ടത് 1970-ലാണ്. ഇന്ത്യയുടെ നഗരവികസനത്തെ വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കത്തിൽ ഹൗസിംഗ് ലോണുകൾ നൽകിയിരുന്നെങ്കിലും ഇന്ന് ഇത് റോഡുകൾ, മെട്രോ, വാട്ടർ സപ്ലൈ, സ്വീവേജ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് സ്കൂള്, കമ്മ്യൂണിറ്റി ഹാള്, ഗവൺമെൻറ് ഓഫീസസ് മുതലായവ, റിന്യൂവബിൾ ആൻഡ് അർബൻ എനർജി, അതായത് സ്ട്രീറ്റ് ലൈറ്റിംഗ് ആൻഡ് സോളാർ റൂഫ് ടോപ്പ് ഇൻസ്റ്റലേഷൻ, സ്മോൾ സിറ്റി പ്രൊജക്ട്സ്, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, അർബൻ മൊബിലിറ്റി ഹബ്ബ്, ഡിജിറ്റൽ യൂട്ടിലിറ്റി സർവീസസ് മുതലായ വലിയ പ്രൊജക്റ്റുകൾക്ക് ധനസഹായം നൽകുന്ന സ്ഥാപനമായി വളർന്നിരിക്കുന്നു. ഹഡ്കോ NBFC ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡർ എന്ന കാറ്റഗറിയിലാണ് ഉള്ളത്. ഹഡ്കോയ്ക്ക് കഴിഞ്ഞ വർഷം നവരത്ന PSU പദവി ലഭിക്കുകയുണ്ടായി. ഇത് കേവലം ഒരു പദവി മാത്രമല്ല, ഓപ്പറേഷൻ്റെ കാര്യത്തിലും ഫിനാൻസിൻ്റെ കാര്യത്തിലും വലിയൊരളവ് വരെ സ്വയംഭരണം സാധ്യമാകുന്നു. അതായത് ഗവൺമെൻറ് നിയന്ത്രണം വളരെ കുറവാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും വലുതും സങ്കീർണവുമായ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും ഹഡ്കോയ്ക്ക് സാധിക്കുന്നു. 2025 ജൂലൈയിൽ ഹഡ്കോ റീറ്റെയിൽ ഹൗസിംഗ് ലോൺ പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെൻഡർ എന്ന കാറ്റഗറിയിലേക്ക് മാറുകയും ചെയ്തു. ഇത്തരം ഉയർന്ന ലോണുകൾ മിക്കതും സർക്കാർ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2021 7,267 കോടി രൂപ റവന്യൂ 2025 ആയപ്പോഴേക്കും 10,311 കോടിയായി. ആവറേജ് വളർച്ച 9.2%. നെറ്റ് പ്രോഫിറ്റ് ആവറേജ് വളർച്ച ഈ കാലയളവിൽ 14.5%, 1,578 കോടിയിൽ നിന്നും 2,709 കോടിയിലേക്ക്. ഏതൊരു ഫിനാൻസ് കമ്പനിയുടെയും പേടി സ്വപ്നമാണ് NPA അഥവാ കിട്ടാക്കടം. ഈ രംഗത്ത് ഹഡ്കോ സ്വപ്നതുല്യമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഫിനാൻഷ്യൽ ഇയർ 2021 4.13% നിന്നും ഫിനാൻഷ്യൽ ഇയർ 2025 1.2% കുറഞ്ഞു. നെറ്റ് NPA 0.75% നിന്നും 0.48% താഴ്ന്നു. ഹഡ്കോ 2025 ജൂലൈയിൽ 3,000 കോടി രൂപ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ വഴി സമാഹരിക്കുകയുണ്ടായി. കൂപ്പൺ റേറ്റ് 6.64%. ഇത് കമ്പനിയുടെ ഫണ്ടിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജപ്പാനീസ് യെൻ അടിസ്ഥാനമാക്കിയുള്ള സമ്രായി ബോണ്ട് വഴി $150 മില്യൺ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ റുപ്പിയിൽ ഇത് 1,250 കോടി രൂപയോളം വരും. ഹഡ്കോയിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണ്. DII 6.26% നിന്നും 8.5%, FII 1.1% നിന്ന് 2.3% കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചു. ഇത് ഹഡ്കോയുടെ ഗ്രോത്ത് സ്റ്റോറിയിലുള്ള അവരുടെ വിശ്വാസമാണ് കാണിക്കുന്നത്. ഹഡ്കോയുടെ PE റേഷ്യോ 15.5 ആണ്. കഴിഞ്ഞ ഒരു വർഷത്തെ ആവറേജ് 17.4 ആണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെയും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെയും PE കുറവാണെങ്കിലും ഹഡ്കോയുടെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും PEയെ ജസ്റ്റിഫൈ ചെയ്യുന്നു. സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് ഹഡ്കോ. ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 1.97%. കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ റവന്യൂവിലും പ്രോഫിറ്റിലും വലിയ വളർച്ച കൈവരിച്ചെങ്കിലും ഹഡ്കോയുടെ വില ഇപ്പോഴും 18 മാസം മുമ്പുള്ള ലെവലിൽ തന്നെയാണ്. ഹഡ്കോയുടെ പ്രധാന ആകർഷണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്കുള്ള ചൂടുമാറ്റം. 2. വരുമാനത്തിലും ലാഭത്തിലുമുള്ള വളർച്ച. 3. കുറഞ്ഞ NPA, അതായത് ക്ലീൻ ലോണുകൾ. നവരത്ന കമ്പനി ആയതോടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ഫണ്ട് ശേഖരിക്കാനുള്ള അവസരം വരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു. നവരത്ന സ്റ്റാറ്റസ് സ്വയംഭരണം, ഇത് എഫിഷ്യൻസിയെ കൂട്ടിയേക്കാം. എന്നാൽ ഹഡ്കോയുടെ പ്രധാന പ്രശ്നങ്ങൾ താഴെ പറയുന്നവയാണ്. സർക്കാർ പദ്ധതികളിൽ വന്നേക്കാവുന്ന കാലതാമസം, വായ്പ തിരിച്ചടവിൽ വരുന്ന കാലതാമസം, ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെൻറ്റിൽ മാത്രം ഉള്ള എക്സ്പോഷർ, PE മറ്റ് ചില കമ്പനികളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഹഡ്കോയുടെ ബോർഡ് മീറ്റിംഗ് ഓഗസ്റ്റ് 6-നാണ്. ഇൻ്ററിം ഡിവിഡൻഡ്, Q1 റിസൾട്ട്, സമ്രായി ബോണ്ട് അപ്ഡേറ്റ് എന്നിവ പ്രതീക്ഷിക്കുന്നു. Q1 റിസൾട്ട് ഹഡ്കോയുടെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നതിൻ്റെ സൂചനയാവും. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. നിർദ്ദേശങ്ങൾക്ക് SEBI രജിസ്റ്റേർഡ് ഉപദേശകരെ സമീപിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.
നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.